നമ്മുടെ രാജ്യം ഉറപ്പു നൽകുന്ന ഈക്വാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് തുടങ്ങിയവയൊക്കെ നമുക്ക് പരിചിതമാണ്. പക്ഷേ എത്രത്തോളം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ചോദ്യത്തിലാണ് പ്രാക്ടിക്കാലിറ്റി ഓഫ് എവറിഡേ ഡെമോക്രസി ഓഫ് എൻ ഇന്ത്യൻ ലൈഫ് എന്ന ചോദ്യത്തിനുള്ള ആൻസർ നമുക്ക് ലഭിക്കുക. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഇന്നത്തെ ഇനീക്വാലിറ്റിയും യാഥാർത്ഥ്യങ്ങൾ എത്രത്തോളം ഇന്ത്യൻ ഡെമോക്രസിയുടെ ഐഡിയൽസുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു പൊളിറ്റിക്കൽ തിയറി ഉണ്ട്. അതാണ് റിപ്പബ്ലിക് ഓഫ് ക്യൂസ്. അതാണ് ഞാൻ ഇന്ന് ഇവിടെ വിശദീകരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണാം എൻ്റെ പിറകിൽ ഹുമയൂൺ ടോംബ്. ഹുമയൂൺ ടോംബിൽ വന്നപ്പോൾ ട്രിഗർ ചെയ്ത ഒരു തോട്ടാണ് ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. 4 കൗണ്ടർ ഉണ്ടായിട്ടും ഒറ്റ കൗണ്ടറിൽ മാത്രമാണ് ടിക്കറ്റ് വിൽപ്പന ഞാനിന്ന് വന്നപ്പോൾ ഹുമയൂൺ ടോംബിൽ നടന്നത്. അതിനാൽ തന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ക്യൂയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് 4 കൗണ്ടർ ഉണ്ടായിട്ടും ഒറ്റ കൗണ്ടറിൽ മാത്രം ടിക്കറ്റ് വിൽപ്പന നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിലൂടെ എങ്ങനെയാണ് എവരിഡേ ഡെമോക്രസി നമ്മുടെ ലൈഫുമായിട്ട് കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള ആൻസർ നമുക്ക് ലഭിക്കും. ഇവിടെ ഡെമോക്രസി നമുക്ക് ബേസിക് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവൈലബിൾ ആകാൻ അല്ലെങ്കിൽ അത് നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ബ്യൂറോക്രാറ്റിക് റെഡ് ടാപ്പിലൂടെ കടന്നു പോകണം. അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള മറ്റു രീതിയിലുള്ള പല ഹേർഡിൽസിലൂടെയും കടന്നു പോകണം. അങ്ങനെ നിരനിരകളായിട്ട് ഡെമോക്രസി എൻജോയ് ചെയ്യാനേ സിറ്റിസണിന് കഴിയുകയുള്ളൂ എന്നുള്ള കൺസെപ്റ്റാണ് റിപ്പബ്ലിക് ഓഫ് ക്യൂസ് എന്നുള്ള ഒരു ഐഡിയയിലൂടെ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന ഇനീക്വാലിറ്റി കാരണം ഒരു പാവപ്പെട്ടവന് ഡെമോക്രസിയുടെ ബെനിഫിറ്റ്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിരന്തരം വ്യത്യസ്ത രീതിയിലുള്ള തടസ്സങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പാവപ്പെട്ടവന് അന്നത്തെ സസ്റ്റനൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ജോലിക്ക് പോകണം. പക്ഷേ അതേസമയം തന്നെ അവനൊരു ഗവൺമെൻറ് സർവീസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ സസ്റ്റനൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗവൺമെൻറ് സർവീസസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സർക്കാർ ഓഫീസുകൾ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകണം. അങ്ങനെ എവരിഡേ ലൈഫും ഡെമോക്രസി പ്രോമിസ് ചെയ്യുന്ന ഐഡിയൽസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒരു ഇന്ത്യൻ സിറ്റിസൻ്റെ, പ്രത്യേകിച്ച് ലോവർ ക്ലാസ് മിഡിൽ ക്ലാസ് സിറ്റിസൻ്റെ ലൈഫിൽ നിരന്തരം നമുക്കിത് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അതിനാൽ തന്നെ ഡെമോക്രസി ഉറപ്പ് നൽകുന്ന ഐഡിയൽസ് എല്ലാം എലീറ്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റിക്ക് മാത്രമാണ് ഉള്ളതെന്നും മറ്റുള്ള ലോവർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റിക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വേരിയസ് ഹർഡിൽസ് ഓഫ് ഡെമോക്രസിയിലൂടെ കടന്നു പോകണമെന്നുള്ള ഐഡിയയാണ് റിപ്പബ്ലിക് ഓഫ് ക്യൂസ് എന്നുള്ള ഒരു ഐഡിയയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതിനാൽ തന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ഇനീക്വാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ ടെമ്പോറൽ സിറ്റിസൺഷിപ്പ് എന്നുള്ള ഒരു പുതിയ ഐഡിയ കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഒരു സർവീസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിറ്റിസണിന് എത്ര സമയം ചെലവഴിക്കേണ്ടി വരും, അതിനടിസ്ഥാനത്തിലായിരിക്കണം ഒരു ഡെമോക്രസിയുടെ സക്സസ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഉദാഹരണത്തിന് ഇലക്ഷൻ SAR പ്രോസസ്സ് ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ ഒരാൾക്ക് അതൊരു സിമ്പിൾ പ്രോസസ്സാണ്. പക്ഷേ അതൊന്നും ഇല്ലാത്ത ഒരു വർക്കിംഗ് ക്ലാസ് ആളുകൾക്ക് ഒരു SAR പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ്, അതുപോലെ തന്നെ അവരുടെ ക്യാപിറ്റൽ കൺസ്യൂം പ്രോസസ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റിസൻ്റെ ടൈം ബേസ്ഡ് ആക്കിയിട്ട് ഡെമോക്രസിയുടെ അളക്കണമെന്നുള്ള പുതിയ ചിന്തകളും ഉയർന്നു വരുന്നുണ്ട്. അതിലൂടെ മാത്രമേ എവരിഡേ ഡെമോക്രസിയുടെ ഇനീക്വാലിറ്റിയും ഡിസ്ക്രിമിനേഷനും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.